ആദ്യം സൂചിപ്പിച്ചല്ലോ. 20 വർഷങ്ങൾക്ക് ശേഷമാണ് മുഴുവൻ പാനൽ ഞങ്ങൾ മത്സരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ. 11 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വൈസ് ചെയർപേഴ്സണെ ജയിപ്പിക്കുന്നു, 4 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിജയിക്കുന്നു, അക്കൗണ്ട്സ് കമ്മിറ്റി ഞങ്ങൾ വിജയിക്കുന്നു, 4 സെനറ്റ് അംഗങ്ങൾ ഞങ്ങൾ വിജയിച്ചു കയറാൻ പോകുന്ന സാഹചര്യം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള SFIയുടെ ഈ ചെയ്തികൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് KC പറയുകയാണ്. കൊട്ടേഷൻ സംഘങ്ങളെയാണ് നിങ്ങൾ വളർത്തുന്നത്. വൈസ് ചെയർപേഴ്സൺ ആമിനയിലെ ജയിച്ചത് വൈസ് പ്രസിഡന്റ്. എന്താ സംഭവിച്ചതിന് ശേഷം നോമിനേഷൻ കൊടുക്കാൻ വന്ന സമയത്ത് തന്നെ അതിക്രൂരമായാണ് SFIക്കാർ നമ്മളെ മർദ്ദിച്ചിട്ടുള്ളത്. എന്തിനു പറയുന്നു, അതിനെ പിന്തുടർന്ന് തന്നെ ഇപ്പോഴത്തെ വീണ്ടും ഇലക്ഷൻ ജയിച്ച സമയത്ത് നമ്മളത് തന്നെ പ്രവർത്തിച്ചത്. നമ്മുടെ എല്ലാം കൂട്ടം കൂടി അവിടെ അകത്ത് നിന്ന സമയത്ത് അവർ പറഞ്ഞത് എന്തോ നമ്മൾ പുറത്തുനിന്ന് ആകെ കല്ലെറിഞ്ഞു എന്ന വ്യാജേനെ അവർ നമ്മുടെ കല്ലെറിയാണ് ചെയ്തത്. എൻ്റെ അതേ കോളേജിൽ UUC നൻസിയ, അവൾ കല്ലെറിഞ്ഞ് അവളുടെ മുഖത്ത് പാട് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അകത്ത് വെച്ച്. ബോധരഹിതയാണെന്ന് തോന്നുന്നു, ചെവിയിൽ നിന്ന് രക്തം വരുന്നുണ്ട് എന്നൊക്കെ KC പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഉണ്ടായത്? പുറത്തേക്ക് വന്നത് അവിടെ ഈ കേസിന്റെ പാനലിൽ മത്സരിച്ച് വിജയിച്ച പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ വൈസ് ചെയർപേഴ്സണായി വിജയിച്ച പെൺകുട്ടിയുടെ കണ്ണിന് താഴെയും പരിക്കുണ്ട്. അതുപോലെ ജനറൽ സീറ്റിലേക്ക് വിജയിച്ച പെൺകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ മത്സരശേഷം ക്യാമ്പസിന്റെ അകത്ത് ഈ പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് SFIയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള കല്ലേറ് തങ്ങൾക്ക് നേരെ ഉണ്ടായി എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. മാറ്റിയിട്ടുണ്ട്. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിന് പുറത്ത് അലോഷ്യസ് സേവന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിനും SFIക്കും എതിരെ ഒരേപോലെ ആരോപണങ്ങൾ അവർ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ അല്പസമയം മുമ്പ് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. അമൽ തേനമ്പറമ്പിൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ക്യാമ്പസിന് പുറത്ത് ഇപ്പോൾ KSU പ്രതിഷേധിക്കുകയാണ്. ഉള്ളിലെ അവസ്ഥ എന്താണ്? ക്യാമ്പസിനകത്ത് SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ KSUവിനെതിരെയല്ല, പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. സംഘർഷമുണ്ടാക്കിയ KSU പ്രവർത്തകർക്ക് ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് പോകാൻ അവസരമൊരുക്കി കൊടുത്തു. സുരക്ഷയൊരുക്കി അവരെ പുറത്തേക്ക് വിട്ടതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ് SFIയുടെ സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണം. ശിവപ്രസാദ് അടക്കമുള്ളവർ പോലീസുമായി തർക്കിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർച്ചയായ ലാത്തിചാർജ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് പോലീസുകാരോട് പലവട്ടം SFI പ്രവർത്തകർ പ്രകോപിതരായി സംസാരിച്ചു. ആ പ്രകോപനം പിന്നീട് ലാത്തിചാർജിലേക്ക് വഴിമാറുകയായിരുന്നു. പുറത്തേക്ക് വിടാൻ പോലും, ഗേറ്റ് തുറക്കാൻ പോലും KSU പ്രവർത്തകർ അനുവദിച്ചില്ല. അതുകൊണ്ട് KSU പ്രവർത്തകരെ മാറ്റാൻ പോലീസും തയ്യാറായില്ല. കാല് വെച്ച് തന്നെയാണ് അവൻ ഇരുന്നത്. ഞാൻ ഒന്നും പറയാൻ പോയില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ കേൾക്കുന്നവരടുത്തല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നിട്ടും ഒരുപാട് നേരം മിണ്ടാതിരുന്നിട്ട് ഏറ്റവും സമയം പുറകെ കൂടി ചാരി നിന്ന്, എന്നിട്ട് അവന് കൈ തട്ടിയതാണെന്ന് മനസ്സിലായിട്ടും കൈ മാറ്റിയില്ല. പോലീസ് ഈ സമയത്ത് ഇടപെട്ടില്ലായിരുന്നു. ഇല്ലില്ല, അവര് കണ്ടില്ല. എന്റെ തൊട്ട് പുറകെ ഇരുന്നുകൊണ്ടാണ് ഇത്രയും ഗോപ്രായങ്ങൾ അന്യായങ്ങൾ കാണിച്ചത്.